നമസ്കാരമുണ്ടേ. തെക്കോവയിലെ കാട്ടുഅത്തിക്കത്തോട്ടം നോക്കി നടന്നിരുന്ന പാവം ഒരു ഇടയനായിരുന്നു ഈ ആമോസ്. അന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സീൻ തന്നെയായിരുന്നു. പുറമെ നോക്കിയാൽ ഭയങ്കര ഡെവലപ്മെന്റ്, പക്ഷെ ഉള്ളു തുറന്നു നോക്കിയാൽ സംഗതി ആകെ കുളമായിരുന്നു. കൊട്ടാരങ്ങളിൽ ആനക്കൊമ്പ് കൊണ്ട് പണിത കട്ടിലുകളിൽ കിടന്നു ഒരു പറ്റം മദ്യപിച്ച് ആറാടുമ്പോൾ തൊട്ടടുത്ത് ഒരു നേരത്തെ ആഹാരമില്ലാതെ വലയുന്ന ജനം. ഇത്രയൊക്കെ തോന്നിവാസം കാണിച്ചിട്ടും ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് വലിയ നേർച്ചകളും പാട്ടും ഒക്കെയായി ഭയങ്കര ഭക്തിയും. മാതിരി പ്രഹസനം നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. ഉറക്കം നടിക്കുന്ന കണ്ണുകൾ തുറക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെയും. ജെൻ ആൽഫ ടീംസേ, ഇൻസ്റ്റാഗ്രാമിലെ ഫിൽട്ടർ ഇട്ട ജീവിതം പോലെ പുറമെ മാത്രം ജീവിതം മിനുക്കിയാൽ പോരാ, ഉള്ളിൽ നന്മയും നീതിയും വേണം. കൂടെയുള്ളവൻ കഷ്ടപ്പെടുമ്പോൾ വേദനിക്കുന്നത് കാണുമ്പോൾ കരച്ചിൽ റിയാക്ഷൻ ഇമോജി ഇട്ടാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അവരുടെ അവസ്ഥ സ്റ്റോറി ഇട്ടാലോ ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക. നീതി കിട്ടാണ്ട് വരുമ്പോൾ എത്ര സ്വരം ഉയർത്താനും ഒരു മടിയും നിനക്കില്ലല്ലോ. ഇത് ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ വാ തുറക്കില്ല. റിയാക്ഷൻ അല്ല വേണ്ടത്, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ. തല പോയാലും ചങ്കുറ്റത്തോടെ ചെയ്യുക. തെറ്റുകൾ കണ്ടാൽ അത് തെറ്റ് ചെയ്തവന്റെ മുഖത്ത് നോക്കി അവനോട് പറയുക. അപ്പോഴാണ് അവനത് തിരുത്താനായി സാധിക്കുക. നിന്റെ വീട്ടിലെ മാവ് വളരാൻ മത്തായി ചേട്ടന്റെ വീട്ടിലെ പ്ലാവിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മറക്കാതിരുന്നാൽ നല്ലത്.